നമസ്കാരം. ജനാധിപത്യത്തിലെ രസകരമായ കിറുക്കുകളുമായി ഡെമോക്രസി തുടങ്ങുന്നു. അപ്പോൾ തിങ്കളാഴ്ചത്തെ ഹർത്താലിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങാം. ആഴ്ചകളായി ക്യൂ നിന്ന് കാലുകൾ കഴിച്ചവർക്ക് കാലൊന്ന് നീട്ടി നടുനീർത്തിരുന്ന് വിശ്രമിക്കാൻ ഭരിക്കുന്ന സർക്കാർ തന്നെ കനിഞ്ഞ് അനുവദിച്ചിരിക്കുന്ന പണിമുടക്ക്. പണി മുടങ്ങാതിരിക്കാൻ നേരെ ഇന്നത്തെ പുലിവാലുകളിലേക്ക് കടക്കാം. പണമില്ലാതെ പിണമായ പൊതുജനത്തിനോട് പണിമുടക്കാൻ പിണറായി. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങളുടെ കാര്യം കാണാം. തിങ്കളാഴ്ച നല്ല ദിവസം, അന്ന് ഹർത്താൽ. അപ്പോൾ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും ഇങ്ങോളം ഉയരണം. കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം. ജനജീവിതം സ്തംഭിക്കണം. ക്യൂ നിന്ന് കാലിൽ നീര് വന്നവർക്ക് തിങ്കളാഴ്ച നിർബന്ധിത വിശ്രമം. ബന്ധു പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. ഇന്ദ്രപുരിയുടെ 2 സഭകളിലും പ്രജാപതിയുടെ മിണ്ടാവ്രതം. സഹകരണ മന്ത്രവുമായി അഭയം തേടാനെത്തിയവർക്ക് ദർശനഭാഗ്യമില്ല. നരേന്ദ്ര രാജസദസ്സിന്റെ നോട്ട് പരിഷ്കാരം സംഘടിതമായ കൊള്ളയെന്ന് മനോമോഹന മൊഴി. കൽപ്പിച്ച് ക്ഷമിക്കണം. ദിവസം ഒരു നേരത്തെ പൂജയോ നിവേദ്യമോ ലഭിക്കാത്ത നിത്യപട്ടിണിക്കാരായ ദേവന്മാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളായെന്ന് നാം ഇതുവരെ അറിഞ്ഞില്ല. ഇത് അടിയൻ പറയുന്നതല്ല. ഇന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്ത്? നമുക്കെതിരെ വിമോചന സമരമോ? രാജർഷിയാണെന്ന് പറഞ്ഞ് ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഒരതിര് വേണം. അഴിമതി തുറന്നു പറയുന്നത് അഹങ്കാരമാണോ മഹർഷി? നാരദൻ ദേവന്മാരെ തമ്മിലടിപ്പിക്കാൻ അഡ്വാൻസും വാങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. യാജ്ഞവൽക്യൻ അതിനാളായിട്ടുണ്ടോ? അടിയൻ ഉടനെ യാത്രയാവുകയാണ്. എങ്ങോട്ട്? വൈകുണ്ഠത്തേക്ക്. എന്തിനെ? സൃഷ്ടിസ്ഥിതി സംഹാരകനായ ആ പരമ്പൊരുളിനെ കണ്ട് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കാനുണ്ട്. മഹാവിഷ്ണു സ്ഥലത്തില്ല, അദ്ദേഹം ഫോറിൻ ടൂറില്ല. വെള്ളാപ്പള്ളിയിലെ മീശയില്ലാത്ത ഓന്ത് വീണ്ടും നിറം മാറി. മണിയാശാന് നൽകിയ കരിങ്കുരങ്ങ് രസായന പുരസ്കാരം വെള്ളാപ്പള്ളി തിരികെ വാങ്ങി. പകരം ഉദ്ദിഷ്ടകാര്യത്തിന് മണിമുരളീരവം. താൻ എവിടേക്കായി നോക്കണേ? എടോ, എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിരിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. എം മണി ആയ ഞാൻ മന്ത്രി എന്ന നിലയിലുള്ള. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. ശവത്തി കുത്തരുത് ഏമാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്. എന്നതൊരു തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. സംസ്ഥാനത്ത് ഇപ്പോഴും ആളില്ലാ കസേരകളുണ്ടെന്ന് ജലീൽ മന്ത്രിയുടെ പുത്തൻ കണ്ടുപിടുത്തം. മണി 11:30 സ്റ്റാഫിലെത്തിയില്ലേ? ചിലർ ലീവാണ് സർ. തഹസിൽദാർ വന്നിട്ടില്ലേ? ട്രാൻസ്ഫർ ആയി. ജോലിയെടുക്കാതെ ശമ്പളം വാങ്ങാനുള്ള പ്ലാനിങ്ങുമായി ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർ. സസ്പെൻഡ് ഹിം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. പണമില്ലെങ്കിലും പണിയെടുക്കൂ എന്ന് പറഞ്ഞ് ജനത്തെ തെരുവിലിറക്കിയ നരേന്ദ്ര രാജധാനിയിൽ പ്രജാപതി മിണ്ടാവ്രതം തുടരുകയാണ്. സഹകരണ മന്ത്രവുമായി അഭയം തരണേ എന്ന് അപേക്ഷിച്ച് ഇവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങിയവർക്ക് ദർശന സൗഭാഗ്യം നിഷേധിച്ചതിൻ്റെ അലയൊലികൾ നരേന്ദ്ര രാജധാനിയുടെ ഇരുസഭകളിലും ചെറുതായി മുഴങ്ങി. നോട്ട് പരിഷ്കരണത്തിനെതിരെ ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങിയത് ഒരിക്കലും നാവനക്കില്ലെന്നും അഥവാ നാവനക്കിയാൽ മറ്റൊരവയവവും ചലിക്കുക പോലും ചെയ്യില്ലെന്നും തോന്നിപ്പിച്ചിരുന്ന മുൻ പ്രധാനമന്ത്രിയുടെ മനോമോഹനമായ സിംഹഗർജനമായിരുന്നു. ചരിത്രപരമായ മണ്ടത്തരം എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം ജ്യോതി ബസു ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും വലിയ മിണ്ടാവ്രതക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ചു. ഈ നോട്ട് അസാധുവാക്കൽ ചരിത്രപരമായ പിഴവാണ്. അതുകൊണ്ട് നമ്മൾക്ക് നേരെ നരേന്ദ്ര സദസ്സിലേക്ക് കടക്കാം. The Honorable former Prime Minister is entitled to participate in that debate. But you can't say, I will hold up the debate, but give to the opposition a special opportunity to speak. That is something we will not accept. You can't devise a new procedure. Please continue the debate. No, this is I'm sorry, if there is no debate, nobody from the opposition is going to be allowed. കൽപ്പിച്ച് ക്ഷമിക്കണം. ദിവസം ഒരു നേരത്തെ പൂജയോ
നിവേദ്യമോ ലഭിക്കാത്ത നിത്യപട്ടണിക്കാരായ ദേവന്മാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. The way the scheme has been implemented, it's a monumental management failure, and in fact, it is a case of organized loot and legalized plunder of the government. പറഞ്ഞു കിട്ടത് കൊണ്ടായില്ല, നേരിട്ട് കണ്ട് അനുഭവിച്ചറിയണം. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളായെന്ന് നാം ഇതുവരെ അറിഞ്ഞില്ല. ഇത് അടിയൻ പറയുന്നതല്ല. ഇന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്ത്? നമുക്കെതിരെ വിമോചന സമരമോ? ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജർഷിയാണെന്ന് പറഞ്ഞ് ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഒരതിര് വേണം. അഴിമതി തുറന്നു പറയുന്നത് അഹങ്കാരമാണോ മഹർഷി? നാരദൻ ദേവന്മാരെ തമ്മിലടിപ്പിക്കാൻ അഡ്വാൻസും വാങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. യാജ്ഞവൽക്യൻ അതിനാളായിട്ടുണ്ടോ? അടിയൻ ഉടനെ യാത്രയാവുകയാണ്. എങ്ങോട്ട്? വൈകുണ്ഠത്തേക്ക്. എന്തിനെ? സൃഷ്ടിസ്ഥ സംഹാരകനായ ആ പരമ്പൊരുളിനെ കണ്ട് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കാനുണ്ട്. മഹാവിഷ്ണു സ്ഥലത്തില്ല, അദ്ദേഹം ഫോറിൻ ടൂറില്ല. ദേവേന്ദ്ര, നാരദന്റെ ഈ പോക്ക് നമുക്ക് അപകടമാണ്. നമുക്ക് ഉടനെ വൈകുണ്ഠത്തിലെത്തണം. ആരെവിടെ? മാതിരി ഒരു തേരെടുക്കാൻ പറയൂ. തേര് വേണ്ട, നമുക്ക് പയൽസിന്റെ അസുഖം കൂടിയിരിക്കുന്നു. അധിക നേരം ഇരിക്കാൻ പറ്റില്ല. പുഷ്പകം തന്നെ വരട്ടെ. പുഷ്പകമെങ്കിൽ പുഷ്പകം. ഇത്തരം ദൂർത്തുകളൊന്നും നാരദ മഹർഷിക്ക് ഇഷ്ടമല്ലെന്ന് ദേവേന്ദ്രൻ അറിഞ്ഞുകൂടി. ഇന്ദ്രന്റെ കാലുതിരുമ്മിയും കൈമണിയടിച്ചും കഴിയുന്ന ബൃഹസ്പതിക്ക് അങ്ങനെയൊക്കെ തോന്നും. ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. അവിടെ നിന്നും വന്ന ചില പ്രമുഖ നേതാക്കൾ യമപുരിയിലുണ്ടെന്നറിഞ്ഞു. അടിയൻ ഉടനെ അങ്ങോട്ട് യാത്രയാവുകയാണ്. വിദേശ രാജ്യത്ത് മുഴുവൻ പോയിട്ട് ആൾക്കാരെ കാണാമല്ലോ. ഈ നാട്ടിലെ MP-മാർ ചെന്നാൽ കാണാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രി ചെന്നാൽ കാണാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ചക്രവർത്തി തിരുവൻസല്ല. കക്ഷി രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നവർ പൊതുവെ നാണവും മാനവും ഒന്നും നോക്കാതെ ഉളുപ്പില്ലാതെ ചെയ്യുന്ന ഒരു മഹാകാര്യമാണ് അധികാരമുള്ളവരുടെ പിറകെ പോകുന്നതിന് വേണ്ടി തരാതരം നിറം മാറുക എന്നത്. പാവപ്പെട്ട ഓന്തിനെ അതിൻ്റെ പേരിൽ നമ്മളിൽ പലരും കരുവാക്കാറുമുണ്ട്. ഇതാ കക്ഷി രാഷ്ട്രീയവും സമുദായ രാഷ്ട്രീയവും കളിക്കുന്ന ഒരാശാൻ ഇന്നലെ വരെ കരിങ്കുരങ്ങ് എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്ന മറ്റൊരാശാനെ അദ്ദേഹം മന്ത്രിയായപ്പോൾ സമസ്താപരാധവും പൊറുക്കണേ എന്ന് കരഞ്ഞ് കാൽക്കൽ വീഴുന്നത്. വെള്ളാപ്പള്ളിയിൽ മാത്രം കണ്ടുവരുന്ന ഈ ഓന്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് MM മണിയെ കരിങ്കുരങ്ങെന്നും കരിമ്പൂതമെന്നും വിളിച്ച് വംശീയമായി അധിക്ഷേപിച്ച് പരിഹാസ പുരസ്കാരങ്ങൾ നൽകിയത്. ഇപ്പോൾ മണിയാശാൻ മന്ത്രിയായതോടെ മൈക്രോ ഫിനാൻസ് കേസുകളൊക്കെ ഇപ്പോഴും ഓളം വെട്ടി തുളുമ്പുന്നതിനാൽ ആശാനെ പൊറുക്കണേ എന്ന് പറയാതെ എന്താണ് മാർഗം? താൻ എവിടേക്കായി നോക്കണേ? താൻ പൊട്ടം കളിക്കുക. ഞാൻ തന്നെ വിളിച്ചത്. എടോ, എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിരിച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. MM മണി ആയ ഞാൻ മന്ത്രി എന്ന നിലയിലുള്ള അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. ശവത്തി കുത്തരുത് ചേമാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്. എന്നത് തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? ആ പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല.
ദേ ചിരിക്കണു. ഇനിയൊരു ഇടവേള. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ പൊതുജനങ്ങളുടെ കാര്യം കാണാം.